മുസ്ലിം ഉമ്മത്തിനെ വലാലത്തിലാക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയ ഒരു ബിദഅി പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതിനു വേണ്ടിയിട്ട് പല ഉസ്താദുമാരുടെയും ക്ലിപ്പുകൾ കട്ടും മുറിച്ചും രാപ്പകലെന്നില്ലാതെ അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് കണ്ടൊരു വീഡിയോ കാണിക്കാം. അതിൻ്റെ ക്യാപ്ഷൻ ഇതാണ്: നേർച്ചകൾക്ക് ആനകളെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല എന്ന് അംഗീകാരം നൽകുന്ന സമസ്ത നേതാവ്. എന്നിട്ട് നമ്മുടെ അലവി സഖാഫി ഉസ്താദിൻ്റെ പഴയ കാലത്തെ ഒരു ക്ലിപ്പും ഉണ്ട്. വേറെന്താ കുട്ടികൾ ആനക്കത്തെ കുഴപ്പം? ആന എന്ന് പറഞ്ഞ ഹറാമെന്ന് അറിയുന്നുണ്ടോ? ഖുർആനിൽ പറയുന്നത് ആനനെ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഇത് മറ്റു മതസ്ഥരുടെ ഷിയാറുകളാണ്. അല്ല, ഷിയാറാണോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചിന്തിക്കാം. വേറെന്താ ആനല്ലേ പറഞ്ഞു? മറ്റു മതസ്ഥരുടെ ഷിയാറൊന്നല്ല. മറ്റു മതസ്ഥരുടെ ഷിയാർ മറ്റു മതസ്ഥർ ചെയ്യണമെന്ന് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, അപ്പൊ അതുകൊണ്ട് തന്നെ ആന എന്ന് പറയുന്നത് ആനയുടെ കുടുംബത്തിന് ഹറാമൊന്നും ആവൂല. ഇത് കട്ടുമുറിച്ച ഒരു ക്ലിപ്പ് മാത്രമാണ്. ആനപ്പുറത്ത് യാത്ര ചെയ്യുന്നതിൻ്റെ, ആനയെ വാഹനമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ മതവിധിയെക്കുറിച്ചിട്ടാണ് ഉസ്താദ് ഇവിടെ സംസാരിക്കുന്നത്. അതേസമയം നേർച്ചകളിൽ ആനയെ എഴുന്നേൽപ്പിക്കുന്നതിനെ പറ്റിയിട്ട് തൊട്ടടുത്ത് ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള അഹ്ലു സുന്നത്തിന്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമായിട്ട് ഉസ്താദ് പറയുകയും ചെയ്യുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കൂ. ചോദ്യം എന്താണെന്ന് അറിയാം. അദ്ദേഹം ചോദിച്ചത് ചെണ്ട കുത്തൽ അനുവദനീയാണ്, ആനയെ കൊണ്ടൽ അനുവദനീയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാവുന്ന ഞാൻ സ്ഥാപിച്ചു. അതുകൊണ്ട് പട്ടാതി നേർച്ച, അതുപോലെ കരുവന്തിരിച്ച് ഏതോ ചെരുവത്ത് നേർച്ച, അങ്ങനെ കുറെ നേർച്ച എന്ന പേരിൽ നടക്കുന്ന കൂട്ട് അനാചാരങ്ങളുണ്ട്. ഞങ്ങൾ ആരും അത് അംഗീകരിക്കുന്നില്ല. അങ്ങനെ കുറെ ആളുകൾ ഒരു ദേശീയ ഉത്സവമായിട്ടോ അല്ലെങ്കിൽ ജില്ലയുടെ ഉത്സവമായിട്ടോ പലരും നേർച്ച എന്ന പേരിൽ തെറ്റുകൾ നടത്തുന്നുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. അത് തെറ്റ് തന്നെയാണ്, അനാചാരമാണ്. അനാചാരങ്ങളൊക്കെ അനാചാരങ്ങൾ തന്നെയാണ്, യാതൊരു സംശയമില്ല.